വീടിനകത്ത് കോട്ടേഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് കുറയ്ക്കാൻ പറ്റുമെന്ന് പല ആളുകളും നമ്മളത് ചോദിക്കാറുണ്ട്. കോട്ടേഡ് അങ്ങനെ എവിടെയെങ്കിലും വെച്ചതുകൊണ്ട് ചൂട് കുറയില്ല. നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ഒരു കോണ്ടെക്സ്റ്റ് ഒക്കെ മനസ്സിലാക്കി ക്രോസ് വെന്റിലേഷൻ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ കോട്ടേഡിനെ പ്ലേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗിയായിട്ട് നമുക്ക് വീടിനകത്തെ ചൂട് കുറയ്ക്കാൻ പറ്റും. ഇതിനായിട്ട് ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ട്രഡീഷണൽ ആയിട്ടുള്ള നടുമുറ്റുള്ള ഒരു 4 കെട്ടിൻ്റെ സെക്ഷനാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അകത്തുള്ള വരാന്തകൾ. നമ്മുടെ നടുമുറ്റം ഇവിടെയായിട്ട് വരും. ഹോട്ട് എയർ എന്ന് പറയുന്നത് ലൈറ്ററാണ്. ഹോട്ട് എയർ നമുക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു വഴി ഉണ്ടെങ്കിൽ അത് കൂടെ ഹോട്ട് എയർ പൊക്കോളും. ഇങ്ങനെ സംഭവിക്കുന്നത് വഴി നമുക്ക് ഇവിടെയൊക്കെ ഒരു നെഗറ്റീവ് പ്രഷർ വരാനും അതുവഴി പുറത്തുനിന്ന് ഫ്രഷ് എയറിനെ അകത്തേക്ക് സക്ക് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ക്രോസ് വെന്റിലേഷൻ പോസിബിൾ ആക്കാനുള്ള രീതിയിലാണ് നമ്മുടെ ഒരു ട്രഡീഷണൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇത്തരത്തിലുള്ള തട്ടുംപുറങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് വെയിൽ ഇവിടെ അടിച്ച് ഇവിടെ വരുന്ന ചൂട് നമ്മുടെ താഴത്തേക്ക് വരാതെ ഇത് കൂടെ ഒരു എയർ സർക്കുലേഷൻ കൊടുത്ത് നമ്മുടെ ചൂട് എയറിനെ പുറത്തേക്ക് കളയാനും ഈ ഡിസൈൻ വഴി അവർക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വരാന്തകൾ പുറത്തേക്ക് പ്രൊജക്റ്റ് ആയിട്ടുള്ള ഈ റൂഫ് എന്നൊക്കെ പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് ഈ വരാന്തയിൽ തട്ടിക്കഴിഞ്ഞാൽ വീടിനകത്തേക്ക് ചൂട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യുന്നതിനും കൂടെയാണ് ഇത്രയും വലിയൊരു ഓവർഹാങ്ങും വലിയ വരാന്തകളൊക്കെ നമ്മുടെ ഈ ട്രഡീഷണൽ കൺസ്ട്രക്ഷനിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഫങ്ഷണൽ ആസ്പെക്ട്സ് എടുത്ത് നമ്മൾ ഡിസൈനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചൂട് കുറയ്ക്കാനും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള വെന്റിലേഷൻ ലൈറ്റ് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും.